മുറുകെ പിടിച്ച് ജീവിക്കണം. വേറൊന്നിന്റെയും പിന്നാലെ പോകരുത്. ഒന്നിന്റെ പിന്നാലെ പോകരുത്. ശരീഅത്ത് ഇസ്ലാമിന്റെ നിയമം, ആ നിയമം പൂർണ്ണമായി പാലിച്ചു പോകാൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയില്ല, കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായി ഈ ആഴ്ച. എന്താണ്? ഏകദേശം ഒരു 1.5 മാസം മുമ്പ് മരിച്ച ഒരാൾ, അയാളെ മയ്യത്ത് മറമാടാണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റൂമിൽ വെച്ചിട്ട് മടങ്ങി വരും വണ്ടി കുത്തിട്ട് വെച്ചാൽ അയാളെ മയ്യത്ത് മറമാടില്ല. നിങ്ങൾ പത്രത്തിൽ വായിച്ചോന്നറിയാം. മയ്യത്ത് മറമാടാണ്ട് ഒരു റൂമിൽ വെച്ചു. സുബ്ഹാന ജല്ല ജലാലു. അപ്പൊ പത്രത്തിലൊക്കെ വരുന്നത് ആ മറമാടാണ്ട് വെച്ചതിൽ ഒരു മുത്തായാലും വിടില്ല, ഒരു മൊയിലാരും ഒരു സ്ഥലത്ത് നിന്ന് പഠിച്ചൊരു മൊയിലാരുന്നില്ല. എന്താണ് അങ്ങനെ സംഭവിച്ചത്? ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം, ഇസ്ലാമിക നിയമം, ആ നിയമം നമ്മൾ പഠിച്ചാൽ അതിന്റെ അപ്പുറം പിന്നെ ഒരാളെയും വരവെക്കാൻ പാടില്ല. ആര് പറഞ്ഞാലും ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തിനപ്പുറം ഒരാൾ പറഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ. ഇത് നമ്മൾ ചെയ്യാൻ ഉറപ്പിച്ചു. ഒരാൾ മരിച്ചാൽ മരിച്ചോ ഇല്ലേ എന്ന് ഉറപ്പിക്കാനുള്ള ലക്ഷണങ്ങൾ, ആ ലക്ഷണം കൊണ്ടായാലും മരിച്ചു എന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡോക്ടർമാർക്കൊണ്ട് നോക്കിയാൽ മരിച്ചോലുള്ള വേഗം അവർ പറഞ്ഞു. അങ്ങനെ മരിച്ചു എന്ന് ഉറച്ചാൽ പിന്നെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് മറമാടണം. അത് അറിഞ്ഞോലെന്ന് നിർബന്ധം. അതിനാരെ അറിയിക്കേണ്ടത് എന്താ ചെയ്യാ? ഒരാളെ അറിയിച്ചു. പിന്നെന്താ ഉണ്ടായത്? ഈ മയ്യത്ത് ഇങ്ങനെ റൂമിൽ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കുത്തി അയാൾ മടങ്ങി വരും, അയാൾ എണീറ്റിങ് വരും വരും. അതെന്തുകൊണ്ടാ സംഭവിച്ചത്? അത് സംഭവിച്ചത് ശരീഅത്തിന്റെ നിയമം, മയ്യത്ത് മറമാടൽ നിർബന്ധമാണ്, കുളിപ്പിക്കൽ നിർബന്ധമാണ്, നിസ്കരിക്കൽ നിർബന്ധമാണെന്ന നിയമം എന്തിന്റെ പേരിലാണ് അവർ ഒഴിവാക്കിയത്? ഒഴിവാക്കിയത് ഒരു വ്യാജ തരീഖത്ത്, വ്യാജ തരീഖത്ത് കുടുങ്ങിയതാണ്. ഒരു വ്യാജ ശൈഖ്. ഈ വ്യാജ ശൈഖിനെ വിശ്വസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇമാമിങ്ങളും പഠിപ്പിച്ച നിയമത്തിനപ്പുറം ഏതൊരുത്തം പറഞ്ഞാലും സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ അവനെന്താണ്? അവൻ ഇവരെ പറ്റിച്ച എങ്ങനെ? അതിന്റെ മുമ്പ് ആ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി, ഞാൻ കേട്ടതാണ്, ഒരു പെൺകുട്ടി ബോധം കെട്ടുപോയി. അപ്പൊ ഈ ശൈഖിനെ വിളിച്ചാൽ ശൈഖ് പറഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ മീറ്റിംഗ് വരുന്ന. 3 ദിവസം കഴിഞ്ഞപ്പോ ഓൾ എണീറ്റ് വന്ന്, അങ്ങനെ ബോധം കെട്ടാതെ മരിച്ചല്ല, ബോധം കെട്ടാൻ എണീറ്റ് വരും. സാധാരണ മൂസയിലായിരുന്നു എന്റെ ആളുടെ തിരുവള്ളൂർ വടകരക്കര. മൂസ മുസ്ലിയാർ 3 മാസത്തോളം ബോധമില്ലാതെ കിടന്ന് മഫറഖ് ഹോസ്പിറ്റലിൽ അബുദാബി. ഞാനും ഏപ്പിൾ സാഹൊക്കെ ചെന്നു നോക്കിയാൽ ബോധമില്ല. പിന്നെയും കിടന്ന് 3 മാസം, അങ്ങനെ 6 മാസത്തോളം ബോധമില്ലാതെ കിടന്നു. പിന്നെ അയാളുടെ ബോധം തെളിഞ്ഞ് അയാൾ നാട്ടിൽ വന്ന് അയാൾക്ക് അതിന്റെ ശേഷം ഒരു കുട്ടിയുണ്ടായി. ഒരു മകനോ മകളോ എന്താ ഒരു കുട്ടിയുണ്ടായി. ഇപ്പോഴും മൂസയിലാർ 1 മാസം മുമ്പ് എന്റെ കുട്ടിയുടെ കല്യാണത്തിന് ശരിക്കാൻ വന്നിരിക്കും. 6 മാസത്തിലധികം ബോധമില്ലാതെ കിടന്നിരിക്കും. അപ്പൊ ബോധമില്ലാതെ എല്ലാ ബോധം തെളിയൽ സാധാരണയാണ്. 3 ദിവസം ബോധമില്ലാതെ കിടന്ന പെണ്ണ് ബോധം തെളിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ ഇവര് വിചാരിച്ച് ഇത് ഈ ശൈഖിന്റെ കറാമത്താണ്. ഏത് 3 ദിവസം കൊണ്ട് മരിച്ചിട്ട് നീറ്റ് വന്നാണ് ഇവര് വിചാരിച്ചത്. ഇത് ബോധം കെട്ട പെണ്ണ് നീറ്റ് വന്ന. ചിലപ്പോ ഈ ബോധം കെടുത്തിയത് ഒരു ശൈത്താന് ബോധം കെടുത്താനുള്ള ചില പരിപാടികളൊക്കെ ശൈത്താനായിരിക്കും ഈ പെണ്ണിനെ ബോധം കെടുത്തുന്നത്. ആ ശൈത്താനും ഈ ശൈഖും തമ്മിൽ ചിലപ്പം കണക്ഷൻ ഉണ്ട്. അപ്പൊ ശൈത്താൻ പറഞ്ഞിട്ടുണ്ടാവും 3 ദിവസം കഴിയുമ്പോ ഇൻഷാ അല്ലാഹ് ഞാനങ്ങ് മാറും, അപ്പൊ ബോധം കിട്ടും. നിങ്ങളങ്ങനെ പറഞ്ഞോണ്ടിരുന്നുണ്ടാവും. ഈ അടിസ്ഥാനത്തിൽ ഈ കള്ള ശൈഖ് പറഞ്ഞിട്ടുണ്ടാവും 3 ദിവസം കഴിഞ്ഞിട്ട് ബോധം തെളിയും. 3 ദിവസം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ശൈഖ് പറഞ്ഞു മരിച്ച പെണ്ണ് എണീറ്റ് വരും. 3 ദിവസം കഴിഞ്ഞപ്പോ എണീറ്റ് വന്നു, തീരുമാനിച്ചു. പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ ബാപ്പ മരിച്ചു തന്നെയാണ്, ബോധം കെട്ടല്ല. മരിച്ചപ്പോ ശൈഖിനെ വിളിച്ചു. ശൈഖ് പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യേണ്ട, അയാൾ എണീറ്റിക്ക് വരും. അങ്ങനെ കുത്തിരിഞ്ഞതാവും 1.5 മാസം, 1 മാസം, 1 മാസത്തിന്റെ മേലെ ഇങ്ങനെ മയ്യത്തും വെച്ച് കുത്തിരുന്നു. ഇപ്പൊ എല്ലാം കൂടി അവസാനം പോലീസുകാർ വിളിച്ചിട്ട് മനസ്സിലായി. ഇത് അത്ഭുതത്തിന്റെ പിന്നാലെ പോയി, അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ നമ്മളോട് പറഞ്ഞു. അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു ശരീഅത്തിന്റെ പിന്നാലെ പോകാൻ. ثم جعلناك على شريعة من الأمر فاتبعها ثم جعلناك على عجب من الأمر فاتبعه. മനസ്സിലായില്ലേ? ശരീഅത്ത് ഫോളോ ചെയ്ത് ജീവിക്കണം, അത്ഭുതം ഫോളോ ചെയ്ത് ജീവിക്കണം എന്ന് പറഞ്ഞില്ല. അത്ഭുതം ദജ്ജാൽ എന്തെല്ലാം അത്ഭുതം കാണിക്കും, ദജ്ജാലിന്റെ പിന്നാലെ പോലെ നമ്മൾ അത്ഭുതത്തിന്റെ പിന്നാലെ പോകാൻ പാടില്ല, മറിച്ച് നമ്മുടെ ശരീഅത്തിന്റെ പിന്നാലെ